ആറന്മുളയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്രയും പ്രതിഷേധ ധർണയും നടക്കുകയാണ് ഇപ്പോൾ. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഇതിനു മുമ്പ് നാമജപ ഘോഷയാത്രയൊക്കെ ശബരിമല സ്ത്രീ പ്രവേശന കാലത്താണ് കണ്ടത്. അതിനുശേഷം അയ്യപ്പ സംഘം, അതിനുശേഷം ഒരു ബദൽ രാഷ്ട്രീയ സംഘമൊക്കെ നമ്മൾ പന്തളത്ത് കണ്ടതാണ്. ഈ സമരം എന്താണ്? ആ സമരം ആവശ്യം എന്താണ് ജയശങ്കർ? ആശ്മി, 2018 സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ ഒരു തീരുമാനം. ആറന്മുളയിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തുന്നത്. ഈ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് ഈ ഒരു പ്രതിഷേധ നാമജപ യാത്ര നടക്കുന്നത്. ഇതിനുശേഷം അവിടെ പ്രതിഷേധ ധർണ ഉൾപ്പെടെ നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിപുലമായ പ്രതിഷേധ പരിപാടികളാണ് ഹൈന്ദവ സംഘടന പത്തനംതിട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകൾ പദ്ധതിയിടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രതിഷേധ പരിപാടി? എന്താണ് നമ്മളെ ആവശ്യം? കഴിഞ്ഞ കുറേയേറെ ദിവസമായി കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് ശബരിമലയിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും ആചാര ലംഘനങ്ങളെ പറ്റിയുമുള്ള വാർത്തകളാണ് പുറം ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഒരു ക്രിമിനൽ കേസ് FIR ഇടാൻ തയ്യാറായിട്ടില്ല സർക്കാർ, പോലീസ് തയ്യാറായിട്ടില്ല. വിശദമായ അന്വേഷണം വേണം. വിശദമായ അന്വേഷണമല്ല, ഇതിന്റെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയുണ്ട്. 2019 തൊട്ടുള്ള ദേവസ്വം ബോർഡിലെ മെമ്പർമാർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ മന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന നിസ്സാര വ്യക്തിയാണ്. അയാൾക്ക് ഈ തട്ടിപ്പും വെട്ടിപ്പും ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ശബരിമലയുടെ ചൈതന്യത്തിന് ഭംഗം വരുത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യവും ഇതിന്റെ പിറകിലുണ്ട്. ഈ വിജയ് മല്യ 99 സമർപ്പിച്ച സ്വർണ്ണപ്പാളി അതൊന്നും കാണാനിപ്പോ ഇല്ല, ഇപ്പൊ ചെമ്പാണെന്ന് പറയുന്നത്. ഈ നമ്മൾ ഓർക്കേണ്ട വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ശബരിമലയിലെ ഇൻവോൾവ്മെന്റ് അന്വേഷിക്കണം. കളങ്കിത വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ തന്നെ. ഒരു മദ്യ മുതലാളിയോ അല്ലെങ്കിൽ തട്ടിപ്പിന് വെട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന വ്യക്തികളെ കൊണ്ടല്ല ശബരിമലയിലെ സ്പോൺസർഷിപ്പ് നടത്തേണ്ടത്. യഥാർത്ഥ ഭക്തന്മാരുണ്ട്. നമ്മളെ വരും ദിവസങ്ങളിലെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? സമരവഴിയിലേക്ക് പോവുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നാമജപ ഘോഷയാത്ര ഇപ്പോൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ഇന്ന് നടക്കാൻ പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.